ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു ശരീരം നിലനിർത്താനോ അതേപോലെ ശരീരം കുറക്കാനും കൂട്ടാനും ഒക്കെ കലോറി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവിധ പ്രോഗ്രാമും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു ശരീരത്തിന് 2000 കലോറി വേണമെങ്കിൽ നമ്മളത് ഫുഡിൽ നിന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ രാവിലെ ഫുഡ് കഴിക്കും, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും, രാത്രി ഫുഡ് കഴിക്കും. ആ കഴിക്കുന്ന ഫുഡ് ഒരാൾക്ക് ആവശ്യത്തിന് ഉള്ളതാണോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലാണോ ആവശ്യത്തിൽ കുറവാണോ എന്ന് നമുക്കറിയില്ല. അതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിലും എത്രത്തോളം കലോറി അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. അത് നമ്മൾ നോക്കാറുമില്ല. അപ്പം ഇപ്പോൾ ഒരാൾക്ക് 2000 കലോറി വേണമെങ്കിൽ നമ്മളിപ്പം മുട്ട, ചിക്കൻ, അതേപോലെ റൈസ്, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ കഴിച്ചിട്ട് നമ്മൾ വിശപ്പടക്കും. അതുപോലെ ആ 2000 കലോറി നമുക്ക് കിട്ടിയോ എന്നോ അല്ലെങ്കിൽ ആ 2000 കലോറിനെക്കാട്ടി കൂടുതലാണോ നമ്മൾ കഴിച്ചതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് അധിക പേരും ഈ ഫിറ്റ്നസ്സിൽ, നമ്മുടെ ശരീരം ഫിറ്റ് ചെയ്യുന്നതിൽ ഫെയിലായി പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫിറ്റ്നസ്സിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏകദേശം ഒരു 70% നമ്മുടെ ഡയറ്റാണ്, നമ്മുടെ ഫുഡിലുള്ള ക്രമീകരണമാണ്. ബാക്കി ഒരു 30% മാത്രമാണ് ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ ഫുഡിൽ, അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, അതേപോലെ ഡയറി ഐറ്റംസ്, മീറ്റ്സ്, ഒരുവിധം ഇന്ത്യൻ ഫുഡിൽ നമ്മളൊക്കെ കഴിക്കുന്ന ഒരുവിധം എല്ലാ ഫുഡിലും എത്രത്തോളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതായത് ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട്. അതായത് പ്രോട്ടീന്, കാർബ്സ്, ഫാറ്റ്, ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ്, അങ്ങനെ ഒരുവിധ ന്യൂട്രീഷൻ എല്ലാം 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മുട്ട എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. അങ്ങനെ ഒരു 10 മുട്ട എടുത്തു കഴിഞ്ഞാൽ 60 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അത് നമുക്ക് ആ ഒരു അധികാരമൊക്കെ അറിയുന്നതാണ് ആ മുട്ടേൻ്റെ അകത്തുള്ളത്. അതേപോലെ നമ്മളെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസിലെല്ലാം ഏകദേശം എത്രത്തോളം ഈ ന്യൂട്രീഷൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടി നമുക്കൊരു എളുപ്പമായി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ എടുക്കുക, എന്നിട്ട് അതിൽ ഇന്ത്യൻ ഫുഡ് ന്യൂട്രീഷൻ ചാർട്ട് എന്ന് അടിക്കുക. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതേപോലെ ഒരു റിസൾട്ട് കിട്ടും, കുറച്ച് ഇന്ത്യൻ ഫുഡ് ന്യൂട്രീഷൻ്റെ. ആ സെർച്ച് ചെയ്തതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഫുഡ് ന്യൂട്രീഷൻ ചാർട്ട് ഫോർ ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അത് fitjog.com എന്നുള്ളതിൽ നിന്നുള്ളതാണ്. അതിൻ്റെ ഒരു ലിങ്കാണ് അവിടെ കാണുന്നത്. ഈ ഒരു ലിങ്ക് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഫിറ്റ്ലോഗിൻ്റെ ബ്ലോഗിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ആ സമയം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഡിസ്പ്ലേ കിട്ടുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് സെലക്ട് എ ന്യൂട്രീഷൻ, അതായത് പ്രോട്ടീൻ ആണോ ഫൈബർ ആണോ, അങ്ങനെ ന്യൂട്രീഷൻ്റെ ഒരുവിധം എല്ലാം ഉണ്ടാവും. അത് സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും. അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ സെലക്ട് എ ഫുഡ് ക്ലാസ്, ഏത് തരം ഫുഡാണ്, അത് വെജിറ്റബിൾ ആണോ, ഗ്രെയിൻസ് ആണോ, ഫ്രൂട്ട്സ് ആണോ, അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോർമലി ഇങ്ങനെ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഫുഡിൻ്റെ അടുത്ത് ഗ്രെയിൻസും അതേപോലെ ന്യൂട്രീഷൻ്റെ അടുത്ത് പ്രോട്ടീനും എന്നുണ്ടാകും. അപ്പോൾ ഞാനിവിടെ ഫുഡ് ക്ലാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഫുഡ് ക്ലാസ്സിൻ്റെ അടുത്ത് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ആ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഏത് ന്യൂട്രീഷൻ്റെ വിവരമാണ് നമുക്ക് വേണ്ടത്, അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കാർബോഹൈഡ്രേറ്റ്സ് എത്ര അടങ്ങിയിരിക്കുന്നു ഈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ ഈ 2 ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായി വലത്ത് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഷോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഫുഡും പിന്നെ അതിൻ്റെ ന്യൂട്രിയൻസും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഷോ ന്യൂട്രിയൻസ് എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷോ ന്യൂട്രിയൻസ് ബട്ടൺ അമർത്തുന്ന സമയത്ത് ആ പേജ് ഒന്ന് ലോഡായിട്ട് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് തരും. ആ പേജ് ലോഡായതിനു ശേഷം നമുക്ക് കാണാൻ കഴിയും ന്യൂട്രീഷൻ ചാർട്ട് ഷോയിങ് ടോപ്പ് 25 കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ഇൻ ഇന്ത്യൻ ഫ്രൂട്ട്സ് പെർ 100 ഗ്രാംസ്. അപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സുകൾ ഇതിലുണ്ടാവും. അത് 100 ഗ്രാംസിൽ അതിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണിത്. പിന്നീട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏത് തരം ഫ്രൂട്ട്സിലുള്ള ന്യൂട്രീഷൻ്റെ വിവരമാണ് അറിയേണ്ടതെന്ന്. ചക്ക, മാങ്ങ, സപ്പോട്ട, പൈനാപ്പിൾ, ആപ്പിൾ, നാരങ്ങ, ചെറുനാരങ്ങ, അങ്ങനെ
ഒരു 25 ഫ്രൂട്ട്സിൻ്റെ വിവരങ്ങൾ അവിടെ കൊടുത്തിരിക്കും. അതേപോലെ നമുക്ക് ഏത് ന്യൂട്രിയൻസ് വിവരമാണ് നമുക്ക് അറിയേണ്ടത്, അതായത് പ്രോട്ടീൻ, കാർബ്സ്, ഫാറ്റ്, അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ന്യൂട്രിയൻസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാറ്റ്, മിനറൽസ്, ഫൈബർ, കലോറീസ്, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, അങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ നമുക്ക് അറിയാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സൈറ്റാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡിൻ്റെ ന്യൂട്രീഷ്യൻസ് കിട്ടാൻ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. അതേപോലെ നമുക്ക് അതിലെത്രത്തോളം കലോറി അടങ്ങിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാനും ഇത് ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.